Audio Jungle. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 2 ദിവസം മുന്നേ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നതാണ്. പുള്ളിക്കാരൻ ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ, അതായത് സെയിം ഡേ 3 ലാബിലായിട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊരു 15-20 ലൈക്ക് അത്ര വേരിയേഷനാണ് റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ ഇതിലേതാണ് സത്യം, ഏതാണ് കറക്റ്റ്? അങ്ങനൊരു കമൻറ്റ് വന്നതിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡ് ലാബിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനൊരു കമൻറ്റ് വരുമ്പോൾ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ കൊളസ്ട്രോൾ ആണെങ്കിൽ പോട്ടെ, ഷുഗർ ആണെങ്കിൽ പോട്ടെ, നമ്മളിപ്പോൾ ഒരു ലാബിലിപ്പോൾ ഇന്ന് മോർണിംഗ് പോയി ടെസ്റ്റ് ചെയ്തു, സെയിം ഡേ വേറൊരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു, പിന്നെ ഒരു ലാബിലും കൂടി ടെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ റിപ്പോർട്ടിൽ ഷുവറായിട്ടും വേരിയേഷൻ കാണും. +or -15 വേരിയേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് നോർമലാണ്, നോർമൽ കേസാണ്. ബിക്കോസ് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടുത്തെ മെഷീൻ, അതായത് ഒരു ലാബിൽ ഉപയോഗിക്കുന്ന സെയിം മെഷീൻ ആയിരിക്കില്ല മറ്റേ ലാബിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ മെഷീൻ മാറുമ്പോൾ മെത്തേഡ് മാറും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടെസ്റ്റ് വാല്യൂവിൻ്റെ നോർമൽ റേഞ്ചിൽ ഡിഫറൻസ് വരും. ഇതൊക്കെ നമ്മുടെ റിപ്പോർട്ടിനെ ബാധിക്കും. പക്ഷെ ഇതാരും ശ്രദ്ധിക്കില്ല. ജസ്റ്റ് റിപ്പോർട്ട് നോക്കും, ആ ലാബിൽ ചെയ്തപ്പോൾ ഇത്രയും കിട്ടിയത്, ഇവിടെ ചെയ്തപ്പോൾ ഇത്രയാണ് കേട്ടോ, അപ്പുറത്ത് ചെയ്തപ്പോൾ ഇത്രയാണ് കേട്ടോ. ഇതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ മെഷീനും മെത്തേഡ്, അതുപോലെ QC കാലിബ്രേഷൻ, ഇതൊക്കെ ഓരോ ലാബിലും ഡിഫറെൻ്റ് ആയിരിക്കും, പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമുക്ക് ഈ +or-15 ഒക്കെ വേരിയേഷൻ വരാം. അത് നോർമൽ കേസാണ്. അതല്ലാണ്ട് ആ ലാബിലെ റിപ്പോർട്ട് തെറ്റായിട്ടോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഈ കമൻറ്റിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ കൊളസ്ട്രോൾ ചിലപ്പോൾ ഇപ്പം ഇന്ന് വന്ന പേഷ്യൻ്റ് ആണെങ്കിൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ഒക്കെ നാളെ അവർക്ക് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഹൈ ആയിട്ട് കാണാം, ചിലപ്പോൾ അത് നോർമലായിട്ട് കാണാം. അതിനോ സ്വാഭാവികം. അതല്ലാണ്ട് അത് ലാബിലെ റിപ്പോർട്ട് തെറ്റായിട്ടല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ടെസ്റ്റുകളൊക്കെ നമ്മുടെ ഡയറ്റിന്, എക്സസൈസ്, നമ്മുടെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇതൊന്നും പേഷ്യൻ്റ് അക്സെപ്റ്റ് ചെയ്യില്ല ചില സമയത്ത്. അവർ നോക്കുമ്പോൾ റിപ്പോർട്ട് വേരിയേഷൻ ഉണ്ട്, അപ്പോൾ ആ ലാബിലെ റിപ്പോർട്ടാണ്. നമുക്ക് കണ്ണടച്ചിട്ട് ലാബിലെ റിപ്പോർട്ട് തെറ്റാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. റെയർ കേസിൽ റിപ്പോർട്ട് തെറ്റ് വന്നിട്ടുള്ള കേസുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ എല്ലാവരും ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്ത് പിന്നെ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളെ മെത്തേഡ്, മെഷീന് എല്ലാം ചേഞ്ച് ആകുമ്പോൾ, അതായത് ടെസ്റ്റിൻ്റെ നോർമൽ റേഞ്ചിൽ തന്നെ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലാബിനെ കുറ്റം പറയുമ്പോൾ ജസ്റ്റ് ഇതും കൂടി അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 10 ഇയർ അബോ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കമൻറ്റ് വന്നപ്പോൾ അതിന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ കൊടുക്കണത് എൻ്റെ ബാധ്യതയാണല്ലോ. അതുപോലെ തന്നെ പലരും, ഞാനൊരു കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിന് 140K വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ബാഡ് കമൻറ്റ് ഉണ്ട്, നല്ല പോസിറ്റീവ് കമൻറ്റ് എല്ലാം ഉണ്ട്. ഞാനിത് ട്രൈ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. ഓരോ ചെറിയ ടിപ്പ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ പേഴ്സണലി ട്രൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന പേഷ്യൻസിന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നുവരെ ഷെയർ ചെയ്തിട്ടുള്ളൂ. അതല്ലാണ്ട് ഞാനൊന്നും ഇതുവരെ എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.